ഇവിടെയുള്ള കൗമാരപ്രായക്കാരെല്ലാവരും, അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുള്ള എല്ലാവരും UK-യിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ കേരളം വിട്ട് അല്ലെങ്കിൽ രാജ്യം വിട്ട് പുറത്തു പോകാനുള്ള ഘടകങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല എന്നതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം രണ്ടാമത്തത്, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് ഇപ്പൊ കണ്ടുവരാറുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിപ്പിക്കുന്നത് മറ്റു രാജ്യങ്ങളാണ്. അവിടെ പോയി പണി ചെയ്തിട്ടായാലും സ്വന്തമായിട്ട് ഏൺ ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു കാലിബർ ഉണ്ടാക്കിയെടുക്കുന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ്. കൂടുതലും ഫിനാൻഷ്യലി നമുക്ക് ഇൻഡിപെൻഡന്റ് ആകുക എന്നുള്ളത് പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നാട്ടിൽ നമ്മളിപ്പോൾ ഒരു 10 മണിക്കൂർ പണിയെടുക്കുന്നതിന്റെ ഇരട്ടി പൈസ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അങ്ങനെ പോകുന്നവരെ കാണുമ്പോൾ നമുക്കും ഇത് കൊള്ളാലോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ വരും. അങ്ങനെയാണ് നമ്മൾ വിദേശ പഠനം അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിലേക്കും ആ ഒരു ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു പ്രവണത ഏറ്റവും കൂടുതലായി പീക്ക് ലെവലിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു കൊറോണ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു UK-യിലേക്ക് എല്ലാവരും പോകുന്ന ഒരു പ്രവണത കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ വരെയും പ്രവാസികൾ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം കൊറോണ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് കൊറോണ സമയം ആയപ്പോഴത്തേക്കും UK-യിലേക്ക് എല്ലാവരും പഠനത്തിനായാലും അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ആവുന്ന ഒരു അവസ്ഥ കാണാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന BBC-യുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇത്തരത്തിൽ പോകുന്ന എല്ലാവരും ഏജന്റുമാർക്ക് അധികമായിട്ട് പണം നൽകിയിട്ട്, സ്വന്തമായിട്ട് പണമൊന്നും ഉണ്ടായിരിക്കത്തില്ല, എവിടെന്നെങ്കിലും കൊള്ളപ്പലിശക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ വായ്പ എടുത്തിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കടം ചോദിച്ചിട്ടോ അങ്ങനെയൊക്കെ പണം സ്വരൂപിച്ചിട്ട് ഏജന്റുമാർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഏജന്റുമാർ ഇവർക്കാണെങ്കിൽ നല്ല ജോബ് കിട്ടും, അവിടെ ചെന്ന് സെറ്റിൽഡ് ആവാം, അങ്ങനത്തെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷേ ഇവർ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ അങ്ങനെ പോയിട്ടുള്ള മലയാളികളെല്ലാം തന്നെ ഇപ്പൊ UK-യിൽ കഷ്ടപ്പെടുകയാണെന്നാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതിന് തന്നെ അധികമായിട്ടുള്ള ഒരു വാടകയാണ്, ഒരു ദിവസത്തേക്ക് അധികമായിട്ടുള്ള വാടകയാണ് നൽകേണ്ടത്. അത് കൊടുക്കാൻ പോലും ഒരു ശേഷി ഇല്ലാത്ത രീതിയിൽ മലയാളികൾ കഷ്ടപ്പെടുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പൊതുവെ ഒരു സമയത്ത് ഇതുപോലെ തന്നെ UK-യിലേക്ക് എല്ലാവരെയും എടുത്തെടുത്ത് UK-യിലെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് UK-യിൽ പിന്നെ ഒരു ലിമിറ്റേഷൻസ് വന്നത്. IELTS പോലും ഇല്ലാതെ UK-യിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ വിദേശ പഠനം അല്ലെങ്കിൽ വിദേശത്ത് ജോലി എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്നവരെ ആദ്യം തന്നെ ഏജന്റുമാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഏത് ഏജന്റ് ആയിരിക്കും ബെറ്റർ, നമുക്ക് പോകാൻ എളുപ്പം അല്ലെങ്കിൽ സൗകര്യം, നമ്മുടെ സൗകര്യങ്ങൾ വെച്ച് അവർ പറയുന്ന ചില വാഗ്ദാനങ്ങളിൽ നമ്മൾ വീഴും, എന്തായാലും അവർ വീഴ്ത്തും. ആ രീതിക്കായിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ ഒരു സമയത്ത് അവർ നമ്മളോട് പല കാര്യങ്ങളും പറയും. നിങ്ങൾ ഇത്ര രൂപ തന്നാൽ മതി, അതിനുശേഷം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് എല്ലാം പറയും. പക്ഷേ നമ്മൾ ആ രീതിക്ക് തന്നെ ഫോളോ ചെയ്യും. പക്ഷേ അവസാന നിമിഷത്തിൽ നമ്മൾ അവിടെ ചെന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ വരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ അവരെ കണക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ UK-യിലെന്നല്ല മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും അത്തരത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും ജോലിക്ക് പോയിക്കുന്ന ആൾക്കാരുമൊക്കെ എംപ്ലോയീസും ഒക്കെ ഉണ്ട്. ജോലി പോലും ഇല്ലാതെ ലാസ്റ്റ് തിരിച്ചു വരേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങി പല രാജ്യങ്ങളിൽ എത്ര ലക്ഷങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഫലവുമില്ലാതെ ലാസ്റ്റ് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കാനഡയിലേക്ക് കേസാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരുപാട് നിയമങ്ങൾ പാലിക്കാതെ തന്നെ ഇപ്പോൾ എക്സാം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ IELTS എഴുതണമെങ്കിൽ IELTS എഴുതിയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് എഴുതാതെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതിയിൽ കയറി ചെല്ലുമ്പോൾ അവിടെയും പ്രശ്നങ്ങളാവും, പിന്നെ ഇവിടെയും പ്രശ്നങ്ങളാവും. കാനഡയിലേക്ക് മലയാളികൾ പോവുക എന്ന് പറയുന്നത് ഇനി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രം തന്നെ, അല്ലാതെ ഏജന്റുമാരെ അധികമായിട്ട് വിശ്വസിക്കാതെ അങ്ങനെ പോവാതിരിക്കുക. കാരണം അത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്നും UK വിസ നൽകാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റിക്കുകയും അയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ഓൾറെഡി ഇതുപോലെ ഒരാളെ പറ്റിച്ച് കസ്റ്റഡിയിലായിരുന്നു, ജയിലിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്നുമാണ് വീണ്ടും ഇതുപോലെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വളരെ നമ്മുടെ പരിസരത്ത് തന്നെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ആളുകളും. പക്ഷേ എന്നിട്ട് നമ്മൾ കാണുന്നത് എല്ലാവർക്കും പുറത്തു പോകാനുള്ളൊരു ടെൻഡൻസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ളവർക്ക് ഒരു സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്
കിട്ടാനായിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് കരുതിയിട്ടാണ് എല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് ആശ്രയിക്കുന്നത്. അപ്പോൾ പക്ഷെ നമുക്കതൊരു ടഫായിട്ടുള്ളൊരു കാര്യവുമാണ്. പുറത്ത് പോയി പഠിക്കുകയും വേണം, അതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോബും ചെയ്യണം. നമ്മളിപ്പോൾ കാണുന്ന ന്യൂസൊക്കെ ആയാലും പലരും ഇപ്പോൾ പറയുന്നുണ്ട് അത് ഭയങ്കര ഇതിന് ടഫാണ്, നമുക്ക് പണിയെടുക്കാന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലായിട്ടാണ് പണിയെടുക്കേണ്ടത്. പാർട്ട് ടൈം ജോബിന് തന്നെ ഒരുപാട് അന്വേഷിക്കണം, ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടും പാർട്ട് ടൈം ജോബ് കിട്ടാത്തൊരവസ്ഥ, റെൻറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെയുള്ളവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും ആ ഒരു നിബന്ധനകളെല്ലാം പാലിച്ച് നമുക്കൊരു ജോബോ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റാക്കിയതിന് ശേഷം മാത്രം പുറത്തേക്ക് പോകാൻ നോക്കുക. അല്ലാതെ ഏജൻറ്റുമാരെ അധികമായിട്ട് വിശ്വസിക്കാതിരിക്കുക. കാരണം അവർക്ക് നമ്മൾ അമിതമായിട്ട് പണം നൽകുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും സ്വരൂപിച്ചിട്ടുള്ള പണമായിരിക്കും. അതിനുശേഷം ആ പണം കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്തു പോയിട്ട് അവിടെ ഒരു ഗുണവുമില്ലെങ്കിൽ നമ്മുടെ പണമായിരിക്കും പോവുക. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയായി പോകും. അതുകൊണ്ട് തന്നെ എല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർ അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പോവുക.